നമ്മളന്ന് കണ്ടിട്ടുണ്ടായിരുന്നില്ലേ താറാവിന്റെ പോലെ ഇരിക്കുന്നു പറഞ്ഞില്ലേ, അവരിത് ഇപ്പോഴും ഇവിടെ നടക്കുന്നുണ്ട് കേട്ടോ. നല്ല ഭംഗിയാ അവര് അപ്പനും അമ്മയുടെയും കൂടെ കുഞ്ഞുങ്ങളെ നടക്കുന്നത് കാണാൻ വേണ്ടി. ഞാൻ വണ്ടി നിർത്തിയപ്പോൾ നോക്കാണ് ഇതെന്താണ് ഇപ്പോൾ വണ്ടി നിർത്തി നോക്കണേ. ഒരാൾ വഴി തെറ്റിപ്പോയി ഓർമ്മ. അതെ, നമ്മളെ മാനും കൂട്ടങ്ങൾ ഇന്നും വന്നിട്ടുണ്ട് കേട്ടാ. എന്നെ കണ്ടിട്ട് അവർക്ക് ഇപ്പോൾ പരിചയമായി തോന്നും. എന്നെ കണ്ടിട്ട് ഓടി പോകണമെന്നില്ല. ഇപ്പോൾ 2-3 ദിവസമായി എന്നെ കാണാൻ തുടങ്ങിയിട്ട്. നേതാവ് കൂടി ഉണ്ട് ബാക്കിലേക്ക്. 5-6 പേരുണ്ട് കേട്ടാ. കാണാൻ പറ്റുന്നതെന്ന് അറിയില്ല. എൻ്റെ അടുത്ത് തന്നെയാണ് നിൽക്കുന്നത്. ഞാൻ നീങ്ങിക്കട്ടെ, അവർ ഇതിങ്ങോട്ടേക്ക് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുന്നതായിരുന്നു. ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട്. വരുന്നു. പിന്നാലെ എത്ര പേരാ? 2, 4. ബാക്കിൽ 4 പേര് നിൽക്കുന്നുണ്ട്. നേതാവ് അവിടെ നിന്നിട്ട് കാര്യമായിട്ട് തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ചിലപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് ക്രോസ് ചെയ്ത് ഇവർ ഇപ്പുറത്തേക്ക് കിടക്കായിരിക്കും. അതിന് കിടക്കാൻ വേണ്ടിയിട്ടാണ്. അവർക്ക് എന്താ സുഖമല്ലേ. ഇവിടെ എന്നാലും ആരും അവരേനെ ഉപദ്രവിക്കൊന്നുമില്ല. പിന്നെ ഇപ്പോൾ പുല്ലൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ടല്ലോ. അതെ, അവരൊക്കെ അവിടെ നിന്നിട്ട് പുല്ലൊക്കെ പറിച്ച് തിന്നുന്നുണ്ട്. ഇത് അപ്പനും അമ്മയും 2 പിള്ളേരാന്ന് തോന്നും. അപ്പം പറയുന്നുണ്ട് ആ വഴിക്ക് പോകണ്ടെന്ന്, ബാക്ക് അടിക്കുന്നുണ്ട്. മാനുകൾ ഇങ്ങോട്ടേക്ക് കിടക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത്. എന്നെ കണ്ടെങ്കിൽ ഇപ്പോൾ അവരോട് സ്ട്രെസ്സായിട്ട് നിൽക്കണം. അപ്പനും അമ്മയും നിൽക്കണേ, നമ്മൾ മക്കൾ അതിൻ്റെ ഉള്ളിലേക്ക് പോയിട്ടുണ്ട്. എല്ലാവരെയും കണ്ടിട്ട് ഏതാണ്ട് ഒരേ വലിപ്പമാണ്. പുല്ലുകളൊക്കെ എന്താ അവിടെ നിന്ന് മരത്തുമേന്നൊക്കെ പറിച്ച് കഴിക്കുന്നുണ്ടല്ലേ. നമ്മുടെ നാട്ടിലെ പശുക്കിടാവുകളുടെ പോലെ തന്നെയാട്ടാ പുല്ലുകളൊക്കെ പറിച്ച് തിന്നുകൊണ്ടിരിക്കണം. നല്ല രസമുണ്ടായിട്ടില്ലേ നടക്കുന്നത് കാണാൻ വേണ്ടിയിട്ട്. നമ്മൾ സൂവിലൊക്കെ പോയിട്ട് കാണുന്ന പോലെയല്ലല്ലോ. ഈ കാട്ടിലെ മൃഗങ്ങളെ കാണാൻ വേണ്ടിയിട്ട്, അവരെ കാണാൻ വേണ്ടി ഒരു പ്രത്യേക ഒരു ഭംഗിയും അവരെ മുഖത്തൊക്കെ ആയിരുന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേക ഒരു സന്തോഷമൊക്കെ ഉണ്ടാവുമല്ലോ. സൂവിലൊക്കെ ആകുമ്പോൾ അവർ തന്നെ അതിൻ്റെ ഉള്ളിലിട്ടുള്ളൂ വളർത്തുന്നത്. ഞാൻ അടുത്തേലും അവർ പേടിക്കുന്നുണ്ട്. അവർ കാല് പൊന്തിച്ച് സൗണ്ട് ഉണ്ടാക്കും നമ്മുടെ അടുത്തേലും. ഒരാൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്. ഇത് അപ്പനും അമ്മയൊന്നും അല്ലാന്ന് പറഞ്ഞിട്ട് എല്ലാവരെയും കണ്ടിട്ട് ഏതാണ്ട് ഒരേപോലെ തന്നെ ഇരിക്കണം, ഒരേ വലുപ്പം. അവർ നമ്മളെ കണ്ടിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ നീങ്ങില്ല. അവർ നമ്മളുടെ മൂന്നിൻ്റെ നോക്കിയിട്ട് ഇങ്ങനെ നിൽക്കും. ഒരാളിത് അവിടെ നിൽക്കുന്നുണ്ട്, ഒരാളിത് നടുക്ക് നിൽക്കുന്നുണ്ട്, ഒരാളിത് അപ്പുറത്ത് നിൽക്കുന്നുണ്ട്. നമ്മുടെ അടുത്തേലും ഒരു പേടിയാവും.
രാവിലെ നേരെ ആയതുകൊണ്ട് അത്രയ്ക്കാണ്ട് ക്ലിയർ ആവും. ആരും അങ്ങനെയില്ല. ഇത് എൻ്റെ ഭയങ്കര അടുത്തായിട്ട് അവരെ നിൽക്കുന്നത്. ഓക്കെ, ഇനി ഞാൻ പോകാൻ അവർ കിട്ടുന്നവർ അവർ ക്രോസ് ചെയ്ത് പോകുന്നതാണ്. രണ്ടുപേര് കിടന്നു. ഒരു 10 സൈഡിൽ കിടന്ന് ഓടിപ്പോയി. 4 പേരല്ല കേട്ടോ, 5 പേരുണ്ടായിരുന്നു. ഇത് വേറെ മാൻകൂട്ടാന്ന് തോന്നുന്നു. മറ്റേതിൽ 4 പേരുണ്ടായിരുന്നപ്പോൾ ഇതിനകത്ത് 5 പേരുണ്ടായിരുന്നു. നല്ല രസം അവരെനിക്ക് കണ്ടുകൊണ്ട് ഇവിടെ നടക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട്. പക്ഷേ എവിടെ പോയിരുന്നേ? നമ്മുടെ ആസ്പിൻ രാവിലെ നടക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നേ. എന്നിട്ട് ആസ്പിൻ അവിടെ പുറത്ത് നോക്കി കയറുന്ന ആരെങ്കിലും, ആസ്പിനോട് പുറത്ത് നോക്കി കയറുന്ന ആരെങ്കിലും പാല് വറുത്തോ നോക്കിയിട്ട്. ഇന്നിപ്പോൾ ആസ്പിന് നമ്മൾ ബേസ്മെൻറ്റിൽ കൂടെയാണ് കയറ്റേണ്ടത്. ആസ്പിന് ഓടി പോയിട്ടുണ്ട്. ഓടിക്കോ പൊക്കോ. ഞാൻ താറാവിനും കോഴിക്കൊക്കെ വെള്ളം കൊടുത്തിട്ട് വരാം. കുറച്ച് മുകളിലേക്ക് പൊക്കോ. നമ്മുടെ വീടിൻ്റെ താഴത്തെ ഫ്ലോറാട്ടോ, ഗ്രൗണ്ട് ഫ്ലോർ. ഇത് നമ്മളങ്ങനെ റൂമായിട്ട് ഉപയോഗിക്കുന്ന സ്ഥലമല്ല കേട്ടോ. ഇത് നമ്മൾ ബേസ്മെൻറ്റ് എന്ന് പറയും. പക്ഷെ ഞങ്ങളുടെ ബേസ്മെൻറ്റ് ശരിക്കും ബേസ്മെൻറ്റ് ഇപ്പോൾ അണ്ടർഗ്രൗണ്ട് ആയിരിക്കും. ഇത് പക്ഷേ അണ്ടർഗ്രൗണ്ട് അല്ല. ഇത് നമ്മുടെ ഈ ഫ്ലോറിൽ നിന്ന് നേരെ ഇങ്ങോട്ടേക്ക് എടുക്കുന്നത് തന്നെയാണ്. നമ്മുടെ എൻ്റെ മുകളിലാണ് നമ്മുടെ കിച്ചൺ ഇതൊക്കെ ഉള്ളത്. എനിക്ക് അറിയായിരിക്കും എൻ്റെ വീട് ജസ്റ്റ് ഞാൻ കാണിച്ചത് മാത്രം. കുറച്ച് പൊക്കാട്ടെ അങ്ങോട്ട് വരാം. യൂണിറ്റ് മീറ്റിംഗ് ഉണ്ടായിരുന്നു പള്ളിയിൽ. അപ്പോൾ ഞാൻ അച്ചപ്പം ഉണ്ടാക്കി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ഒരു 75 അച്ചപ്പം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് കൊണ്ടുപോയി പാത്രം ഞാൻ വണ്ടിയിൽ നിന്ന് അതിൻ്റെ എടുത്ത് വെച്ചിട്ട് ആ മുകളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് മറന്നുപോയി. കുറച്ച് പൊക്കാട്ടാ. നമ്മുടെ താറാവിനും അവർക്കൊക്കെ വെള്ളം കൊടുക്കണം. ഈ പൂ നമ്മൾ കഴിഞ്ഞ ദിവസം കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് പൂ ഇഞ്ഞു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അതാണ് എനിക്ക് ഓക്കെ ലൈറ്റായി പോയി. ഇപ്പോൾ സമയം എന്നെ അപ്പോൾ നമ്മുടെ ക്യാബേജ് ചമ്മന്തി റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ അതാ ക്യാബേജ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് മുഴുവനും വേണ്ടിട്ടോ. ഇതിൻ്റെ ഒരു പകുതി എടുക്കാം, പിന്നെ ഇതിൻ്റെ ഒരു 1/4 ഭാഗം എടുക്കാം. കാരണം നമുക്ക് കുറേ ആവശ്യമില്ലേ. ഇതാ ഇത്രയ്ക്ക് മതിയിട്ട്. ഇത് നമുക്ക് കുറച്ച് ചെറിയ പീസായിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം. ഒരുപാട് ചെറുതായിട്ട് കട്ട് ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല. കാരണം ഇത് നമ്മളിനി ചമ്മന്തി ആക്കുമല്ലോ. അതേപോലെ ജസ്റ്റ് ഒന്ന് റഫായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം. എടുക്കട്ടെ. സാധാരണ നമ്മൾ പച്ചക്കറികളൊക്കെ കട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ കഴുകാറ്. പക്ഷെ ഇത് ക്യാബേജ് ആയതുകൊണ്ട് ഞാൻ കട്ട് ചെയ്തിട്ടാണ് നമ്മൾ കഴുകുന്നത്. കട്ട് ചെയ്യാൻ പോണതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് കഴുകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നന്നായിട്ടൊന്ന് കഴുകിയിട്ട് എടുക്കട്ടെ. ഈ നമ്മുടെ ക്യാബേജ് ഉണ്ടല്ലോ, ക്യാബേജ് ഞാൻ ഒന്ന് ആവി കയറ്റിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പോകട്ടെ. അപ്പോൾ നമ്മളൊരു ഇഡ്ഡലി പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇഡ്ഡലി പാത്രത്തിൻ്റെ തട്ട് വെച്ചിട്ടുണ്ട്. അപ്പം ഇത് ഇതിലേക്ക് ഇടാട്ടെ. നമ്മൾ ആദ്യം നമ്മൾ ഫസ്റ്റ് നമ്മൾ മീനാക്ഷി ചാനലിലെ വീഡിയോസുകളൊക്കെ തുടങ്ങിയിട്ടുണ്ടല്ലോ. നമ്മൾ എല്ലാവരും കൃത്യം പറയായിരുന്നു ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം ഒഴിക്കണമെന്നൊക്കെ. അല്ലെങ്കിൽ നിങ്ങൾ എടുത്ത് ചോദിക്കാറുണ്ടായിരുന്നു. ഇന്ന് ഞാനിപ്പോൾ ഇഡ്ഡലി പാത്രത്തിൽ വെള്ളമൊക്കെ ഒഴിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ചീത്ത പറയും. കാരണം അന്ന് എനിക്ക് തോന്നുന്നു എൻ്റെ വീഡിയോ ഒക്കെ കണ്ടുകൊണ്ടിരുന്നത് ഒന്നും കുക്കിങ് തീരെ അറിയാത്തവരായിരുന്നു. അപ്പോൾ ഇഡ്ഡലി പാത്രത്തിൽ ഇങ്ങനെ വെക്കുമ്പോൾ ചോദിക്കും വെള്ളം ഒഴിക്കണോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് മൂടി വയ്ക്കട്ടെ. അപ്പോൾ ഇതിൽ നന്നായിട്ടൊന്ന് ആവി വന്നിട്ട് നമ്മുടെ ക്യാബേജ് നല്ല സോഫ്റ്റ് ആയിട്ട് വരട്ടെ. നമ്മുടെ ചമ്മന്തിയിലേക്ക് നമ്മളൊരു വറവ് ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മുടെ പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക.
ഇവിടെ ഇപ്പം അങ്ങനെ അധികം ചൂടായിട്ടില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മുടെ വെളിച്ചെണ്ണ അങ്ങോട്ട് വെള്ളമായിട്ടില്ല. കഞ്ഞിപിടിയിൽ ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു ചൂട് തുടങ്ങിയില്ല, എന്നിട്ട് എന്താ വെളിച്ചെണ്ണ എങ്ങനെ ഇരിക്കണേന്നുള്ളത്. ചൂട് ഇപ്പോൾ നന്നായിട്ട് ചൂട് പുറത്ത് വന്നാലും ഇവിടുത്തെ വീടുകളൊക്കെ നമ്മൾ തെറ്റി ഇവിടുത്തെ വീടുകളും മരം കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ തണുപ്പ് കയറിയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചൂടകത്തേക്ക് വരാൻ വേണ്ടിയിട്ട് സമയമെടുക്കും. അതുകൊണ്ട് തന്നെ അകത്ത് ഇപ്പോഴും നല്ല തണുപ്പ് തന്നെയാണ്. അപ്പോൾ അവിടെ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് നമ്മുടെ ചെറുപരിപ്പുണ്ടല്ലോ, ചെറുപരിപ്പാണ് ചേർക്കുന്നത്. ചെറുപരിപ്പിന് പകരം നിങ്ങൾക്ക് തൂവരപ്പരിപ്പ് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ചേർക്കാം കേട്ടോ. പിന്നെ ഇതിലേക്ക് നമുക്ക് മല്ലി ചേർക്കണം. മുഴുവനായിട്ടുള്ള മല്ലി ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ 1/2 ടീസ്പൂൺ മുഴുവനായിട്ടുള്ള മല്ലി ചേർക്കുക. ടേബിൾ സ്പൂണിലല്ല, ടീസ്പൂണിൽ. അപ്പോൾ എൻ്റെ അടുത്ത് മുഴുവനായിട്ടുള്ള മല്ലിയില്ല, അപ്പോൾ മല്ലിപ്പൊടിയാണുള്ളത്. അപ്പോൾ ഞാൻ അവസാനമാണ്, പൊടി ആയതുകൊണ്ട് അവസാനമാണ് ചേർക്കുന്നത്. അപ്പോൾ നമ്മുടെ ചെറുപരിപ്പ് നമ്മുടെ പായസം വയ്ക്കുന്ന പരിപ്പാട്ടെ. ഇത് ഞാനിവിടെ അതാ അങ്ങനെ ടേബിൾ സ്പൂണിൽ എടുക്കുന്നുണ്ട്. 2, 3, 4 ടേബിൾ സ്പൂൺ അത് ഞാൻ അളന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 4 ടേബിൾ സ്പൂൺ ചെറുപരിപ്പ് ചേർത്തിട്ടുണ്ട്. ഈ ഒരുപാട് കൂട്ടി വയ്ക്കരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ പരിപ്പ് ശരിക്കാണ്ട് മുരിയില്ല. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് പരിപ്പ് ഒരു ചെറുതായിട്ട് ഒരു ഗോൾഡൻ കളറായിട്ട് വരട്ടെ. ഞാൻ അടുത്തത് നമ്മളിതിലേക്ക് ചേർക്കുന്നത് വെളുത്തുള്ളി. ഇതൊരു 8 അല്ലി വെളുത്തുള്ളി ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർക്കുക. പിന്നെ നമ്മുടെ ഉണക്കമുളക് അത് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് നിങ്ങൾ ചേർത്തോട്ടെ. ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടിയിട്ട് ചേർക്കാം. അപ്പോൾ ഇത് മൊരിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക, അത് നന്നായിട്ട് മൊരിയണം കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ ഈ പരിപ്പിൻ്റെ ഒരു പച്ച ടേസ്റ്റ് വരും നമ്മുടെ ചമ്മന്തിക്ക്. അത് നോക്കിക്കേ, ഇപ്പോൾ ഇത് മൊരിഞ്ഞ് നല്ലൊരു ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മല്ലിപ്പൊടി ചേർക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് 1/4 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ മുഴുവനായിട്ടുള്ള മല്ലി ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മല്ലി ചേർക്കുക. അത് നിങ്ങൾ ഈ പരിപ്പ് ചേർക്കുമ്പോൾ ചേർക്കുക. 1/2 ടീസ്പൂൺ ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ പൊടിയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പകുതി 1/4 ടീസ്പൂൺ. കാരണം ജസ്റ്റ് നമുക്ക് അതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടിയാൽ മതി. കൂടുതൽ ചേർത്തിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മല്ലിയുടെ ഭയങ്കര കുത്ത് വരും. ഇതിൽ നിന്ന് വെളിച്ചെണ്ണ മാറ്റുന്നുണ്ട് കേട്ടോ, മാത്രം മാറ്റിയാൽ മതി. അപ്പോൾ നമ്മുടെ ക്യാബേജ് നമ്മൾ ആവി കയറ്റാൻ വേണ്ടിയിട്ട് വെച്ചിട്ട് ഇപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നോക്കിക്കേ, നമ്മുടെ ക്യാബേജ് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അതിന് പ്രത്യേകിച്ച് ഇത്രയ്ക്ക് സമയമൊന്നുമില്ല. നമുക്കറിയാലോ ക്യാബേജ് ഒന്ന് സോഫ്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ട് എത്ര സമയം എടുക്കും എന്നുള്ളത്. അപ്പോൾ നമ്മുടെ ഈ ക്യാബേജ് എടുത്തിട്ടുണ്ടല്ലോ, ഞാൻ നമ്മുടെ ആ പാൻ നമ്മൾ വെച്ചിട്ടില്ലേ, ഇത് കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ട് വെച്ചിട്ടില്ലേ, ബാക്കിയുള്ളത് അതിനകത്തേക്ക് ഇടാം കേട്ടോ. ഒന്ന് ജസ്റ്റ് ഇതേപോലെ തന്നെ ഇളക്കി കൊടുക്കാം. അപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞ് ഒന്ന് റെഡി ആയിട്ട് വയ്ക്കും. അപ്പോൾ ഇത് നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. അടുത്തത് നമ്മുടെ ചമ്മന്തി നമ്മൾ മിക്സിയിലിട്ടിട്ട് അരയ്ക്കാൻ വേണ്ടിയിട്ട് പോകട്ടെ. അപ്പോൾ നമ്മൾ വറുത്തെടുത്ത് വെച്ചേക്കണ നമ്മുടെ വറവുണ്ടല്ലോ, വറവ് നമുക്ക് മിക്സിയിൽ ജാറിലേക്ക് ഇടാം. ഇനി അടുത്തത് നമുക്ക് വേണ്ടത് വാളംപുളി കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു ചെറിയൊരു ഉണ്ട വാളംപുളി എടുത്തിട്ട് വെള്ളത്തിലൊന്ന് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരുപാട് പുളി ചേർക്കണ്ട കേട്ടോ. അപ്പോൾ അതും കൂടിയിട്ട് ചേർക്കാണ്. അത് കുരുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാറ്റാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഒരു ഏകദേശം അളവിൽ ചേർക്കാം. പിന്നെ നമുക്ക് ചമ്മന്തി റെഡി ആയി കഴിഞ്ഞിട്ട് അതനുസരിച്ചിട്ട് ചേർക്കാം കേട്ടോ. ഇനി അടുത്തത് നമുക്ക് ഇതിലേക്ക് തേങ്ങ ചേർക്കാം. ഇതേപോലെ ഒരു പിടി തേങ്ങ, ഇത്രയ്ക്ക് തേങ്ങ ചേർക്കുന്നുണ്ട്. അതിനൊരു തേങ്ങ ചേർക്കുന്നതിനൊരു കറക്റ്റ് അളവില്ല. നിങ്ങൾക്ക് ഇപ്പോൾ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ ചേർത്താലും കുഴപ്പമില്ല. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് ഫസ്റ്റ് നമുക്കൊന്ന് അരച്ചിട്ടെടുക്കുക. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഇതിലേക്ക് ക്യാബേജ് ചേർക്കാൻ വേണ്ടിയിട്ട്. നോക്കിക്കേ, ഇപ്പോൾ ഇത് നമ്മൾ നല്ല തരിപ്പായിട്ട് നമ്മൾ ഇതേപോലെ നമ്മുടെ ചമ്മന്തിയുടെ ആ ടെക്സ്ചറിൽ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഭയങ്കര പേസ്റ്റ് പോലെ അരക്കുന്നുണ്ട് കേട്ടോ. ഇതിലേക്ക് നമ്മൾ ക്യാബേജ് നമ്മൾ റെഡി ആക്കിയിട്ട് വെച്ചിട്ടില്ലേ, അതും കൂടിയിട്ട് ചേർക്കാം. ഇനി ഇത് നമുക്ക് ഒന്നും കൂടി ഒന്ന് അരച്ചിട്ടെടുക്കാം. ഞാൻ നോക്കിക്കേ, ഇതിപ്പോൾ നമ്മൾ മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഭയങ്കര പേസ്റ്റ് പോലെ ഇട്ടിട്ട് നമ്മൾ അരക്കരുത് കേട്ടോ. ചെറുതായിട്ട് നമ്മുടെ ചമ്മന്തിയിൽ ഒരു കറുകറുപ്പല്ല. അപ്പം ഇനി വറവിടാൻ വേണ്ടിയിട്ട് പോകട്ടെ. അപ്പോൾ നമ്മുടെ പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. അപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഫസ്റ്റ് നമുക്ക് കടുക് പൊട്ടിക്കാം. വറ്റൽമുളക് ഇടാം. കുറച്ച് കറിവേപ്പില ഇടുന്നുണ്ട്.
അപ്പോൾ അങ്ങനെ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അടുത്തത് നമ്മുടെ ചാറ് കറിയാണ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ പരിപ്പും പടവലങ്ങയും കൂടിയിട്ടുള്ള കറിയാണ് റെഡിയാക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഇത്രയ്ക്ക് പടവലങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കുറച്ച് ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കട്ടെ കേട്ടോ. കറിയാക്കാനാണല്ലോ, ഒരുപാട് പൊടിയായിട്ട് കട്ട് ചെയ്യണ്ട. ഈ പടവലങ്ങയ്ക്ക് നല്ല നല്ല പച്ച കളറുണ്ട്, നല്ല ഫ്രഷായിട്ട് ഇരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ പടവലങ്ങ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്ക് കറിയാക്കാൻ വേണ്ടിയിട്ട് സവോള വേണം. പിന്നെ ഇതേപോലത്തെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. പിന്നെ എരിവിന് വേണ്ടിയിട്ട് കുറച്ച് പച്ചമുളക്. അപ്പോൾ ഇതും കൂടിയിട്ടൊന്ന് കട്ട് ചെയ്തിട്ടാ. ഇനി അടുത്തത് നമ്മുടെ കറി റെഡിയാക്കാൻ വേണ്ടിയിട്ട് പരിപ്പ് വേണം. അപ്പോൾ പരിപ്പ് ഞാനിവിടെ ഓൾറെഡി വേവിച്ച് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ നിങ്ങളുടെ അടുത്ത് ഞാൻ പറയാറില്ലേ, കുക്കറിൽ വെള്ളം ഒഴിച്ചിട്ട് കുക്കറിലേക്ക് ഡയറക്റ്റ് ഇടാണ്ട് ഇതേപോലെ വേറൊരു പോണിയിൽ, കുക്കറിലും കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്, വേറൊരു പോണിയിൽ പരിപ്പ് നമ്മൾ കഴുകിയിട്ട് അതിനകത്ത് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ വേവിച്ചെടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ പാത്രം മാത്രം എടുത്ത് കഴിയാൻ മതി. നമ്മുടെ ഈ കുക്കർ ഒട്ടും അങ്ങനെ നാശാവില്ല. അപ്പോൾ നമ്മുടെ കറി റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോകണം. അപ്പോൾ നമ്മുടെ പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. അപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഫസ്റ്റ് നമ്മൾ കടുക് പൊട്ടിക്കട്ടെ. അതേപോലെ തന്നെ കുറച്ച് ചെറിയ ജീരകം ചേർക്കുന്നുണ്ട്. ചെറിയ ജീരകം ചേർക്കുന്നുണ്ട്, അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാൻ അടുത്തത് നമ്മളിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചേക്കണം നമ്മുടെ സവോളയ്ക്ക് ഉണ്ടല്ലോ, അത് ചേർക്കാണ്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർക്കാം. ഫസ്റ്റ് ചേർക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത്. അതൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതായിരിക്കും. നമുക്ക് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. അതേപോലെ തന്നെ മുളക് പൊടി ഒരു ഇച്ചിരി പേരിന് ചേർത്താൽ മതി. പച്ചമുളക് അതിന് ടേസ്റ്റ് കൊടുക്കട്ടെ, ഇച്ചിരി മാത്രമേ ഞാൻ ചേർക്കുന്നുള്ളൂ. അടുത്തത് നമുക്ക് ഇതിലേക്ക് തക്കാളി ചേർക്കാം. ഒരു തക്കാളി ചേർക്കുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് ഇതേപോലെ ഇങ്ങനെ റഫായിട്ടൊന്ന് കട്ട് ചെയ്ത്. ഈ തക്കാളി നമ്മൾ വഴറ്റണില്ല കേട്ടോ. ഈ തക്കാളി ചെയ്യുമ്പോൾ തന്നെ ഇനി നമ്മൾ ഇതിലേക്ക് പടവലങ്ങ ചേർക്കും. പിന്നെ നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന പരിപ്പ് ചേർക്കും. കറികളൊക്കെ ആകുമ്പോൾ ഇങ്ങനെ നമ്മുടെ നാടൻ കറികളൊക്കെ വയ്ക്കുമ്പോഴേ ഈ തക്കാളി നമ്മളങ്ങനെ സെപ്പറേറ്റ് വഴറ്റാണ്ടിരിക്കുന്നത് നല്ലത്. ആ ചാറിൻ്റെ കൂടെ കിടന്നിട്ട് തക്കാളി വെന്ത് വരണം. അപ്പോൾ ആ പുളിയുടെ ടേസ്റ്റിനൊക്കെ ഒരു പ്രത്യേകതയുണ്ടാവും. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇനി നമ്മൾ റെഡിയാക്കിയിട്ട് വെച്ചേക്കണം നമ്മുടെ പടവലങ്ങ ഉണ്ടല്ലോ, പടവലങ്ങ ചേർക്കാം. നമ്മുടെ കറിക്ക് കുറച്ച് ചാറ് വേണമല്ലോ, അപ്പോൾ കുറച്ച് വെള്ളം കൂടി ഒഴിക്കുക. ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് തേങ്ങ അരച്ചിട്ട് ചേർക്കാട്ടെ. അങ്ങനെയും നമ്മൾ വെക്കാറുണ്ട്, തേങ്ങ അരയ്ക്കാണ്ടും വെക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ കറിയുടെ പരിപാടി അത്രയൊക്കെ ഉള്ളൂ. ഇനി നമ്മൾ മൂടി വയ്ക്കാം കേട്ടോ. ഇനി അതിനകത്ത് ഈ പടവലങ്ങയൊക്കെ ഒന്ന് വെന്ത് കറി ഒരു അത്യാവശ്യം നല്ലൊരു കൊഴുപ്പൊക്കെ ആയിട്ട് വരട്ടെ. ഞാൻ അടുത്ത കറി നമ്മൾ റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്, ഞാനിവിടെ ഏത്തക്കായ എടുത്തിട്ടുണ്ട്, നമ്മുടെ നീളം പയറുണ്ടല്ലോ, ഈ പയർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടിയിട്ട് വെച്ചിട്ട് നമ്മളൊരു മെഴുക്ക് വരട്ടിയായിട്ട് റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കട്ടെ. ഏത്തക്കായുടെ തൊണ്ട് ഞാൻ കളയണില്ല കേട്ടോ. ഇത് നല്ല ചെറുതായിട്ട് നമുക്ക് കട്ട് ചെയ്യാം ഏത്തക്കായ. ഇതാണ്ട് നീക്കി വയ്ക്കാം. അപ്പം ഞാൻ കുക്കറിലിട്ടിട്ട് ഒറ്റ വിസിലടിക്കാനാണ് പോകുന്നത്. അപ്പോൾ കുക്കറിലേക്കായിട്ട് നമ്മൾ നന്നായി കട്ട് ചെയ്തിട്ട് ഇടുന്നത്, അതാകുമ്പോൾ നമുക്ക് എളുപ്പമാണ്. നമ്മുടെ പരിപ്പ് കറി എന്തായി നോട്ടെ കേട്ടോ. നമ്മൾ മൂടി വെച്ചേക്കായിരുന്നു, തീ ഒരു മീഡിയം ഫ്ലെയിമിലാണ് വെച്ചേക്കുന്നത്.
കറി നോക്കിക്കേ, കറിയിൽ ആ പടവലങ്ങയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമ്മുടെ കറിയിൽ കുറച്ച് ഉപ്പ് കുറവുണ്ട്, ഒരു ഇച്ചിരി ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട്. നമ്മുടെ കറിയിൽ ആ പടവലങ്ങയൊക്കെ നോക്കിക്കേ, പടവലങ്ങയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമ്മുടെ ഏത്തക്കായ കായം കൂടിയിട്ട് നമ്മൾ മെഴുക്ക് വരട്ടി റെഡിയാക്കാൻ വേണ്ടിയിട്ട് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചല്ലേ കുക്കറിൽ, അത് വെന്തിട്ടുണ്ട് കേട്ടോ. അത് വെച്ചിട്ട് നമ്മൾ ഇനിയിപ്പോൾ അതിലേക്കുള്ള മെഴുക്ക് വരട്ടി നമ്മൾ റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോവാണ്. നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഫസ്റ്റ് നമ്മൾ കടുക് പൊട്ടിക്കാട്ടെ. നമ്മുടെ കടുക് ഇവിടെ പൊട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ എരിവിന് വേണ്ടിയിട്ടേ ഞാൻ നമ്മുടെ ക്രഷ് ചെയ്തേക്കണ ഉണക്കമുളകാണ് ചേർക്കണം. അല്ലെങ്കിൽ സാധാരണ മുളക് പൊടി നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാം. തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് മുളക് ചേർക്കാം, പെട്ടെന്ന് അടിപൊളി. അടുത്തതിലേക്ക് വെളുത്തുള്ളി ചതച്ചതും പിന്നെ ചുവന്നുള്ളി ഉണ്ടെന്ന് വെച്ചാൽ ചുവന്നുള്ളി ചതച്ചിട്ട് ചേർക്കാം. ഞാനിവിടെ സവോളയും ചേർത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇത് നമ്മൾ വേവിച്ച് വെച്ചേക്കുന്നത് ചേർക്കാം. അത് ഒരു മീഡിയം ഫ്ലെയിമിൽ നമുക്കൊരു 5 മിനിറ്റ് മൂടി വയ്ക്കാം. ഇത്രയ്ക്കേ ഉള്ളൂ ഇതിൻ്റെ പരിപാടിയിട്ട്. ഇതിലേക്ക് കുറച്ച് തേങ്ങയും കൂടിയിട്ട് ചേർക്കുന്നുണ്ട്. തേങ്ങ ചേർത്തിട്ട് മുട്ട പൊരിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണല്ലോ. മുട്ട നമ്മൾ തേങ്ങ ഇട്ടിട്ട് പൊരിച്ചിട്ട് എടുക്കുമ്പോഴുണ്ടല്ലോ, മുട്ട നന്നായിട്ട് മുരിയിച്ചിട്ട് എടുക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മുരിയിച്ചിട്ട് എടുക്കാം. നമ്മുടെ മുട്ട നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. നമ്മൾ ചോറ് വിളമ്പാൻ വേണ്ടിയിട്ട് ഉപ്പിട്ടെ. അപ്പം നമ്മുടെ നല്ല ചൂടുള്ള നമ്മുടെ കുത്തരിച്ചോറ്, ഇപ്പോൾ വെച്ച ചോറ് കേട്ടോ. ശരിക്കും ഈ ചോറ് നമ്മൾ ഫ്രഷായിട്ട് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണല്ലോ. ഇനി അടുത്തത് നമ്മുടെ ചാറ് കറി, നമ്മുടെ പരിപ്പും പടവലങ്ങയും കൂടിയിട്ട് നമ്മൾ കറിയാക്കിയിട്ടുണ്ടായിരുന്നില്ലേ, അത് നമ്മുടെ ചാറ് കറി. ഇനി അടുത്തത് മെഴുക്ക് വരട്ടി. പിന്നെ ഇത് നമ്മുടെ ക്യാബേജ് ചമ്മന്തി, ശരിക്കും നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടത്. ഇത് നമുക്കിവിടെ സൈഡിലായി. പിന്നെ നമ്മുടെ മുട്ട ഓംലേറ്റ്. ഇനി ലാസ്റ്റ് വേറെ ഒരു സാധനം കൂടി ഉണ്ട് കേട്ടോ. നമുക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമല്ല നമ്മുടെ കടുമാങ്ങ. ഇതിനവിടെ ഇരുന്നോണ്ടിങ്ങനെ കണ്ണടിച്ച് കാണിക്കണോ? അപ്പോൾ അങ്ങനെ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഊണ് റെഡി ആയിട്ടുണ്ട്.
അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ക്യാമറയ്ക്ക് ഒരു കുഴപ്പമുണ്ട്. എൻ്റെ ലെൻസ് ഞാൻ കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ വീഡിയോയിലാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ലെൻസ് ഉണ്ടല്ലോ, ഈ നമ്മളിങ്ങനെ സൂം മാത്രമേ ചെയ്യുന്നുള്ളൂ. നമുക്കിങ്ങനെ ഫാറവേ വെച്ചിട്ട് നമുക്കതിനെ പിടിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല. അത് ഒരു ദിവസം ഞാൻ പുറത്ത് വീഡിയോ പിടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഭയങ്കര കാറ്റ് വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഓർക്കണമെന്ന് കണ്ടോടാ, അന്ന് എൻ്റെ ക്യാമറയും ട്രൈപോഡും എല്ലാവരും കൂടിയിട്ട് ഭയങ്കര കൊടുങ്കാറ്റ് പോലത്തെ ഒരൊറ്റ കാറ്റ് അങ്ങോട്ട് വന്നിട്ട് ക്യാമറയും ട്രൈപോഡും എല്ലാവരും കൂടിയിട്ട് ഒരുമിച്ച് വീണിട്ടുണ്ടായിരുന്നേ. അവിടെ സിമെന്റിന്റെ അവിടെ നിന്ന് വീണിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ലെൻസ് ചെന്ന് തട്ടിയിട്ടുണ്ടായിരുന്നു ക്യാമറയുടെ. അപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ലെൻസിന് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ലെൻസിന്റെ പുറത്തെ ആ കവറിങ് ഉണ്ടല്ലോ, അവിടെ ചെറുതായിട്ട് പൊട്ടിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് 2 ദിവസം മുമ്പ് ഞാൻ വീഡിയോ പിടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിന് ക്യാമറയുടെ ലെൻസ് പിന്നെ അങ്ങനെ വർക്ക് ചെയ്യണ്ടായി. അപ്പോൾ ഞാൻ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ സത്യം പറഞ്ഞാൽ കുറച്ചധികം നേരമായിട്ടുണ്ടായിരുന്നേ. അതിൻ്റെ ഇടയ്ക്ക് പിന്നെ നീനയുടെ ഫോൺ വന്നിട്ടുണ്ടായിരുന്നു സ്കൂളിൽ നിന്ന്. അവളെ സ്കൂളിൽ നിന്ന് എടുക്കാൻ വേണ്ടിയിട്ട് പോകണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്നത് നമ്മുടെ വീടിൻ്റെ മുകളിൽ ബാൽക്കണി ഉണ്ടല്ലോ, ഇവിടെ നിന്നിട്ടാണ് ഞാൻ രാവിലത്തെ വീഡിയോ ഞാൻ പിടിക്കാറുള്ളത്. നല്ല ഫോഗിയൊക്കെ ആയിട്ട് ഇരിക്കുമ്പോൾ ഞാൻ വീഡിയോ പിടിക്കാറില്ലേ, അത് ഇവിടെയാണ്. രാവിലെയൊക്കെ നമ്മളോട് വന്ന് നിൽക്കുമ്പോൾ നല്ല രസമായിട്ട് ഇവിടുന്ന് എനിക്കിപ്പോൾ കാണാൻ വേണ്ടി പറ്റുന്ന അത്രയ്ക്കും ഇപ്പോൾ കാണാൻ വേണ്ടിയിട്ട് പറ്റില്ല. അങ്ങോട്ടേക്ക് കാണാൻ വേണ്ടിയിട്ട് നല്ല രസമുണ്ട്. ഇപ്പോൾ മരത്തിൻ്റെ ഇലയുടെ കളറൊക്കെ മാറിയിട്ട് നല്ല രസമുണ്ട്. അപ്പോൾ പറഞ്ഞു എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്യാമറയ്ക്ക് ഒരു കുഴപ്പം പറ്റിയിട്ടുണ്ട്. ഞാൻ അതുകൊണ്ട് തന്നെ ഇനി അതിൻ്റെ ലെൻസ് ഇനിയിപ്പോൾ അത് വെച്ചിട്ട് എനിക്ക് കഴിഞ്ഞാൽ അങ്ങനെ ഒന്നും അധികം ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റും തോന്നുന്നുണ്ട്. ഇനിയിപ്പോൾ വേറെ ലെൻസ് വേറെ വാങ്ങാം. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മുടെ ഇങ്ങനത്തെ ഈ കറികളിൽ എനിക്ക് എല്ലാ കറികളും എപ്പോഴും നമ്മൾ വീട്ടിൽ ഉണ്ടാക്കാൻ തന്നെ. ഇങ്ങനത്തെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാത്ത ഒരു കറിയാണ് ഉണ്ടാവും. ആ കറിയല്ല, ഒരു ചമ്മന്തി, നമ്മുടെ ക്യാബേജ് ചമ്മന്തി. അതെനിക്ക് തോന്നുന്നു ഞാൻ ഒരു വീഡിയോയിൽ ഇവരുടെ ഇതാന്ന് തോന്നുന്നു, കന്നഡക്കാരുടെ വിഭവം തോന്നണു ഇത് കേട്ടോ. ഇത് അവർ പച്ചടി പോലെ തന്നെ ഉണ്ടാക്കണത്. നമ്മൾ ഇതിനെ ഒരു ചമ്മന്തിയുടെ ഒരു പരിവാക്കിയിട്ട് എടുക്കുന്നു മാത്രം. ശരിക്കും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ തേങ്ങയൊന്നും അധികമൊന്നും വേണ്ട. ക്യാബേജ് കൂട്ടിയിട്ട് ചമ്മന്തി അരച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെജിറ്റബിൾ കഴിക്കുകയും ചെയ്യാം, ചമ്മന്തിയായിട്ട് കഴിക്കുകയും ചെയ്യാം. ഇതിങ്ങനെ ദോശയുടെ കൂടെയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ, നല്ല രുചിയുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ട്രൈ ചെയ്യാത്തവരുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ എല്ലാ കറികളും എപ്പോഴും നമ്മൾ വീടുകളിൽ ഉണ്ടാക്കുന്ന കറികളുണ്ടോ. ഞാനൊന്ന് കഴിച്ച് നോക്കിയിട്ട് ടേസ്റ്റ് പറയാം. കുറേ സമയം എൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നിട്ട് തന്നെ കുറേ സമയം സത്യം പറഞ്ഞ് പോയി. ഓക്കെ, അപ്പം സത്യം പറഞ്ഞ ചോറ് ഞാൻ വിളമ്പണ സമയത്ത് നല്ല ചൂടുണ്ടായിരുന്നു. ചോറ് ഞാൻ പുതിയത് വെച്ച ചോറായിരുന്നു. ഇപ്പം ചോറ് ഇരുന്നിട്ട് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഓക്കെ, ഒരു തേനീച്ചയും തുടങ്ങുന്നത് പറഞ്ഞു. അപ്പം ഫസ്റ്റ് നമ്മുടെ ചമ്മന്തി തന്നെ കഴിച്ച് നോക്കാം. ചമ്മന്തി കഴിച്ച് നോക്കിയിട്ട് ശരിക്കുള്ള ടേസ്റ്റ് പറയാം. നോക്കട്ടെ. അത്യാവശ്യം നല്ല എരിവുണ്ട്. ശരി, പുളി അധികം പുളിയില്ല കേട്ടോ. ഒരു ചൂട് പുളി വേണമെങ്കിൽ ചേർക്കാം. നല്ല രുചിയുണ്ട് ശരിക്കും. അത് ഞാൻ പറഞ്ഞ പോലെ അരച്ചിട്ട് എടുക്കുമ്പോഴുണ്ടല്ലോ ഭയങ്കര പേസ്റ്റ് പോലെ അരച്ചിട്ട് എടുക്കട്ടെ. ചെറുതായിട്ട് ഇങ്ങനെ ഒരു തരിപ്പായിട്ട് അരച്ചിട്ട് എടുക്കാം. നല്ല ടേസ്റ്റാണ്. ക്യാബേജ് കഴിക്കാത്ത പിള്ളേർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാം. ഇതിനകത്ത് ഇപ്പോൾ നിങ്ങൾ പറഞ്ഞില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിലുള്ളവർ വിചാരിക്കുക ഇത് തേങ്ങ ചമ്മന്തിയാണെന്ന് വിചാരിക്കുള്ളൂ. ആ ക്യാബേജിൻ്റെ അല്ലെങ്കിൽ ആ ക്യാബേജ് ചിലപ്പോൾ നമ്മൾ അരയ്ക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കും അതിന് ഒരു പച്ചക്കറി ടേസ്റ്റ് ഉണ്ടല്ലോ. ആ ടേസ്റ്റ് ഒന്നും വന്നിട്ടൊന്നുമില്ല. കാരണം ഇത് നമ്മൾ സ്റ്റീം ചെയ്തിട്ടല്ലേ ഇത് നമ്മൾ റെഡിയാക്കിയിട്ട് എടുത്തേക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് ചമ്മന്തി. എന്നിട്ട് പ്രാണികളൊന്നും പറഞ്ഞേ. അപ്പം അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ചമ്മന്തി. അപ്പോൾ നിങ്ങൾ ക്യാബേജ് ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. കുറച്ചുകൂടി ഒന്ന് കഴിച്ചോട്ടെ. നല്ല രുചി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും നല്ല രുചിയായിട്ടുണ്ട്. ഞാൻ ആദ്യം ഇങ്ങനെ വീഡിയോ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചത് ക്യാബേജ് അരച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ക്യാബേജിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് വരില്ല. അരച്ചൊക്കെ തിന്നാന്ന് പറയുമ്പോൾ നമുക്ക് അത്രയ്ക്കൊന്നും ഇഷ്ടമുണ്ടാവില്ല. പക്ഷെ ഇത് അരച്ച് നോക്കണം, ശരിക്കും നല്ല രുചിയാണ്. പിന്നെ എനിക്ക് മുട്ട പൊട്ടിട്ടൊന്ന് കഴിച്ചോട്ടെ. പിന്നെ നമ്മൾ മെഴുക്ക് പുരട്ടി. മെഴുകുവരട്ടി എന്നാലും എനിക്ക് നല്ല ഇഷ്ടമാണ്. എനിക്ക് വേണം ഈ കായയും പിന്നെ ഈ പയറും കൂടിയിട്ട് നല്ല കോമ്പിനേഷനാണല്ലോ മെഴുകുവരട്ടിക്ക്. എപ്പോഴും എനിക്ക് വേണം ഇങ്ങനത്തെ എന്തെങ്കിലും 2 സാധനങ്ങളൊക്കെ കൂട്ടിയിട്ട് ഇങ്ങനെ മെഴുകുവരട്ടിയായിട്ട് ഉണ്ടാക്കുന്നതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. കഴിച്ചോട്ടെ. അത് നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്. പിന്നെ
നമ്മുടെ പരിപ്പും പടവലങ്ങയും കൂടിയിട്ട്. അത് പിന്നെ നമ്മുടെ വീടുകളിലേക്ക് നമ്മൾ എപ്പോഴും വെക്കുന്നതാണ്. ഇടയ്ക്ക് നമ്മൾ തേങ്ങ അരച്ചിട്ട് വെക്കും, ചില സമയത്ത് നമ്മൾ തേങ്ങ അരയ്ക്കാണ്ട് വയ്ക്കും. അപ്പം നമ്മുടെ ഒരു നാടൻ ടേസ്റ്റ്. പിന്നെ അത് കോളിഫ്ലവർ ഉണ്ട്, വേണമെങ്കിൽ കഴിച്ചു നോക്കാം. അത് നമ്മൾ എൻ്റെ റെസിപ്പി നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല, അത് നമ്മൾ കഴിഞ്ഞ ദിവസം വെച്ചിരുന്നത് അവിടെ ഇരുന്നതാണ്. ടേസ്റ്റ് ഒന്നും ഞാൻ പറയണ്ട. അത് ഇങ്ങനത്തെ മസ്റ്റായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നിങ്ങളുടെ ക്യാബേജ് ചമ്മന്തി ഉറപ്പായിട്ട് നിങ്ങൾക്ക് നല്ല ഇഷ്ടമാണ്, നല്ല രുചിയുണ്ട്. പിന്നെ നമ്മുടെ കടുമാങ്ങയുടെ ടേസ്റ്റ് ഞാൻ പറയുന്നില്ല. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. പിന്നെ നിങ്ങളെ കുറേ പേരൊക്കെ എൻ്റെ അടുത്ത് എപ്പോഴും ചോദിക്കാറുണ്ട് ഞാനെങ്ങനെയാണ് അമേരിക്കയിൽ എത്തിയെന്നുള്ളത്. ഞാൻ അമേരിക്കയിൽ എത്തിയത് കല്യാണം കഴിഞ്ഞിട്ടാണ് ഇവിടെ എത്തിയത്. അപ്പോൾ തന്നെ ഇവിടെ ആയിരുന്നു ജോലി. അപ്പോൾ അങ്ങനെ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അങ്ങനെയാണ് ഇവിടെ എത്തിയത്. പിന്നെ നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് അമേരിക്കയിൽ വന്നു കഴിഞ്ഞപ്പോൾ ആദ്യം കണ്ടപ്പോൾ എന്താണ് തോന്നിയെന്നുള്ളത്. ആദ്യം കണ്ടപ്പോൾ എന്താ തോന്നിയെന്ന് വെച്ചിട്ടുണ്ടല്ലോ, അത് ഇവിടെ ഞങ്ങളുടെ ഫ്രണ്ട്സും എല്ലാവരും എനിക്കാണ് അമേരിക്കയിൽ ആദ്യമായിട്ട് വരുന്നവരൊക്കെ പറയുന്ന ഒരു കാര്യമായിരിക്കും ഇത്. നമ്മൾ അമേരിക്ക എന്ന് പറയുമ്പോൾ ഇപ്പോൾ എൻ്റെ വീഡിയോ ഒക്കെ ആയിരുന്നാലും നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾ ആദ്യം വിചാരിച്ചിട്ടുണ്ട് അമേരിക്ക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദുബായി ഒക്കെ പോലെ ഇങ്ങനെ നർസിംഗ് ബിൽഡിങ്ങുകളൊക്കെ ആയി എല്ലാവരും ഇങ്ങനെ അപ്പാർട്ട്മെൻറ്റിൽ അല്ലെങ്കിൽ വലിയ വലിയ ഇങ്ങനെ ഫ്ലാറ്റുകളിലൊക്കെയാണ് താമസിക്കുക, അങ്ങനെയൊക്കെയാണ് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനത്തെ വിചാരം തന്നെയായിരുന്നു എനിക്കും അമേരിക്കയിൽ വരുമ്പോൾ. ആദ്യം പറഞ്ഞാൽ അമേരിക്കയിൽ നമ്മൾ ഫ്ലൈറ്റ് ഇറങ്ങിയിട്ട് നമ്മൾ വരുന്ന വഴി നമ്മൾ സ്ഥലങ്ങളെ കണ്ടു കഴിയുമ്പോൾ സത്യം പറഞ്ഞാൽ നമ്മൾ ശരിക്കും നമ്മൾ ആദ്യം വന്നപ്പോൾ നമ്മൾ വീട്ടിലായിരുന്നില്ല താമസിച്ചത്, നമ്മളൊരു അപ്പാർട്ട്മെൻറ്റിലാണ് താമസിച്ചിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളിങ്ങനെ യാത്രകളൊക്കെ പോകുമ്പോൾ ഇങ്ങനെ വീടുകളും ഇതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ആദ്യം ഇവിടുത്തെ വീടുകൾ കണ്ടു കഴിയുമ്പോൾ എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇങ്ങനെ ചെറിയ ചെറിയ വീടുകളുണ്ട്. അതിനെ കാണുമ്പോൾ ശരിക്കും നമ്മളൊരു കിളിക്കൂടി ഇരിക്കണ പോലെയാണ്. അങ്ങനെ നമുക്കത് പെട്ടെന്ന് കാണുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യാം. ഇവിടുത്തെ ചെറിയ വീടുകളൊക്കെ ആയിരുന്നാലും നമ്മൾ കാണുമ്പോൾ അതിങ്ങനെ ഭയങ്കര ചെറുപ്പമായിട്ട്, പുറത്തുനിന്ന് നോക്കുമ്പോൾ ഭയങ്കര ചെറുപ്പമായിട്ട് തോന്നും. പക്ഷെ അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കയറുമ്പോൾ നമ്മൾ വിചാരിക്കും പുറത്തുനിന്ന് കണ്ട പോലെയല്ലല്ലോ ഉള്ളിലേക്ക്. അത് ഇവിടുത്തെ അമേരിക്കയിലെ എല്ലാ വീടുകളും അങ്ങനെ തന്നെയായിരിക്കും. എനിക്ക് തോന്നുന്നു നാട്ടിലെ വീടുകൾ എനിക്ക് തോന്നണം കുറച്ചും കൂടി പുറത്ത് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഇതൊക്കെ ചെയ്യുമല്ലോ, പണികളൊക്കെ ചെയ്തിട്ട് പുറത്ത് നോക്കുമ്പോൾ ഭയങ്കര വലുതായിരിക്കും. പക്ഷെ നമ്മൾ ഉള്ളിലേക്ക് കയറുമ്പോൾ രസം ഉണ്ടാവും. പക്ഷെ നമ്മൾ ആ പുറത്ത് കാണുമ്പോൾ നല്ല രസം ഉണ്ടാവും. പക്ഷെ ഉള്ളിലേക്ക് കയറുമ്പോൾ എനിക്ക് നമ്മുടെ വീടുകൾ കൂടുതൽ പുറത്തുള്ള ആൾക്കാർ ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് നോക്കാറ്. പക്ഷെ ഇപ്പോഴത്തെ വീടുകൾ അങ്ങനെയല്ല, ഉള്ളിലും പുറത്തൊക്കെ ആയിരുന്നാലും ഭംഗിയില്ല. ഇവിടെ അങ്ങനെ പുറത്ത് അങ്ങനെ വലിയ ഭംഗി ഡെക്കറേഷൻ അങ്ങനെയൊക്കെ ചെയ്യലൊക്കെ കുറവാണ്, എന്നാലും ചെയ്യും. പക്ഷെ ഏത് വീടിൻ്റെ ഉള്ളിലേക്ക് ആയിരുന്നാലും നമ്മൾ കയറുമ്പോൾ നമ്മൾ പുറത്തുനിന്ന് കാണുന്ന പോലെ ആയിരിക്കില്ല, ഉള്ളിലേക്ക് കയറുമ്പോൾ നല്ല ഭംഗിയായിരിക്കും ഇവിടുത്തെ വീടുകളൊക്കെ കാണാൻ വേണ്ടിയിട്ട്. ഇവിടുത്തെ വീടുകൾക്കൊക്കെ നമ്മൾ നാട്ടിലെ വീടുകളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഉള്ളിലേക്ക് ആയിരുന്നാലും വേറെ ഒരു പ്രത്യേക ഒരു ഭംഗി എനിക്ക് തോന്നാറുണ്ട്. അതെന്തുകൊണ്ടാണ് എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ഈ ഫ്ലോറൊക്കെ ആയിരുന്നാലും വുഡ് കൊണ്ടുള്ള ഫ്ലോറ്, പിന്നെ പണികൾക്കൊക്കെ ആയിരുന്നാലും നല്ല ഫിനിഷിങ്, പിന്നെ മരം കൊണ്ടാണ് പണിയുന്നത്, പിന്നെ ഉള്ളിൽ ഷീറ്റ് റോക്കാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടൊക്കെ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി നല്ല ഫിനിഷിങ്ങും എനിക്ക് തോന്നുന്നു ഇവിടുത്തെ പണികൾക്കും. ഇപ്പോൾ കിച്ചണൊക്കെ ആയിരുന്നാലും നിങ്ങൾക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ വ്യത്യാസം അറിയാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടാവും. എന്തോ ഒരു പ്രത്യേകത ഉണ്ട് ഇവിടുത്തെ ഇതിന്. നമുക്ക് നാട്ടിലെ ഭംഗിയില്ല എന്നല്ല പറഞ്ഞത്, നാട്ടിലും ഇപ്പോൾ നല്ല ഒരുപാട് വലിയ നല്ല രസമുള്ള വീടുകൾ, വലിയ വലിയ കൊട്ടാരം വീടുകളൊക്കെ ഉണ്ടല്ലോ. അപ്പം അങ്ങനെയല്ല പറഞ്ഞത്. ഇവിടെ നോക്കുമ്പോൾ ചെറിയ വീടുകളൊക്കെ ആയിരുന്നു, ഉള്ളിലേക്ക് കയറുമ്പോൾ നല്ല രസമായിരിക്കും. അപ്പോൾ അങ്ങനെ ആദ്യമായിട്ട് നമ്മൾ കണ്ടു കഴിയുമ്പോൾ നമ്മൾ വിചാരിച്ചിട്ടുണ്ടായത് അമേരിക്ക എന്ന് പറയുമ്പോൾ ഇങ്ങനെ നിറച്ചിങ്ങനെ വലിയ ബിൽഡിങ്ങുകളൊക്കെ ആയിരുന്നു. പക്ഷേ അമേരിക്ക എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല. ഇവിടെ കൂടുതൽ ആൾക്കാർക്ക് ഇങ്ങനെ വീടൊക്കെ ആയിട്ട് താമസിക്കുന്ന ആൾക്കാർ തന്നെയാണ് ഇവിടെ കൂടുതൽ. അപ്പാർട്ട്മെൻറ്റുകളും ഉണ്ട്. പിന്നെ നമ്മൾ ഈ ഒരുപാട് ഇങ്ങനെ നിലയുള്ള ഫ്ലാറ്റുകളൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ ഫ്ലാറ്റുകൾ ഇവിടെ കുറവുണ്ട്. ഇവിടെ കൂടുതൽ ഫ്ലാറ്റിനേക്കാളും കൂടുതൽ ഉള്ളത് അപ്പാർട്ട്മെൻറ്റുകളാണ്. ഒരു 4-5 ഫ്ലോറൊക്കെ ആയിട്ടുള്ള അപ്പാർട്ട്മെൻറ്റുകളാണ് ഇവിടെ കൂടുതലുള്ളത്. അപ്പോൾ അതായിരുന്നു നമുക്ക് ഏറ്റവും കൂടുതൽ അമേരിക്ക പെട്ടെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ നമുക്ക് ഒരു വ്യത്യാസമായിട്ട് നമുക്ക് തോന്നിയത്. നമ്മൾ വിചാരിച്ചു ഇങ്ങനെ ഭയങ്കര ബിൽഡിങ്ങുകളും പിന്നെ എല്ലാവരും ഇങ്ങനെ ഭയങ്കര തിരക്കായിട്ട് ഇങ്ങനെ ഓടി നടക്കുന്ന ഒരു ലൈഫൊക്കെ ആയിരിക്കും. പക്ഷേ അങ്ങനെയൊന്നല്ല. ഇവിടുത്തെ ആൾക്കാരൊക്കെ എനിക്കോട് എപ്പോഴും ഇങ്ങനെ ഭയങ്കര സ്വസ്ഥമായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. അതാണ് നമുക്ക് ഇവിടെ വന്നപ്പോൾ വ്യത്യാസമായിട്ട് തോന്നിയത്. അത് എൻ്റെ വീഡിയോസ് നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾ എനിക്കോട് ആദ്യം കാണുന്നവരൊക്കെ എപ്പോഴും വിചാരിക്കുന്നുണ്ടാവും ഇതാണ് അമേരിക്ക നമ്മൾ വിചാരിച്ച പോലെ അല്ലല്ലോ എന്ന് നിങ്ങൾ പലരും വിചാരിച്ചിട്ടുണ്ടാവും. പക്ഷെ അമേരിക്ക ആയിരിക്കും കാണാനാണെങ്കിലും നല്ല ഭംഗിയാട്ടാ.
ഇവിടേക്ക് ഇപ്പോൾ എൻ്റെ വീഡിയോ ഒക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, നല്ല രസമാണ്. ഓരോ സീസണിലൊക്കെ ആയിരുന്നാലും ഇല പൊഴിയുന്ന സമയം, ഇലകൾ വരുന്ന സമയം, ഇലയുടെ കളറുകൾ ചേഞ്ച് ആവുന്ന സമയം, അങ്ങനെ ഓരോരോ ആ സീസണുകളൊക്കെ കാണാനായിരുന്നാലും നല്ല രസമാണ്. നമ്മുടെ നാടായിരുന്നാലും നല്ല രസമുണ്ട്, ഇവിടുത്തെ ആയിരുന്നാലും ഇവിടുത്തെ കുറച്ചും കൂടി ഒരു പ്രത്യേക ഒരു ഭംഗിയൊക്കെ ഉണ്ട്. ശരിക്കും നമ്മുടെ നാട് ഭംഗിയില്ലാന്നല്ല പറഞ്ഞത്, പക്ഷെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ട് നല്ല രസമുണ്ട്. പിന്നോടൊക്കെ അവിടെ സമ്മറൊക്കെ ആകുമ്പോഴൊക്കെ ആയിരുന്നാലും എല്ലാവരും വീടുകളിൽ നിറച്ചും പൂക്കളൊക്കെ ഇപ്പോൾ കടയിൽ നിന്ന് വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടും. പൂവൊക്കെ കൊണ്ടുവന്ന് എല്ലാവരും വീടുകളുടെ ഫ്രണ്ടിലേക്ക്, എല്ലാവരും വീടിൻ്റെ ഫ്രണ്ടിലേക്ക് നല്ല രസമാക്കിയിട്ട് ആൾക്കാർ വെക്കും. പിന്നെ വിൻ്റർ ആകുമ്പോൾ പിന്നെ നമുക്ക് ഇവിടെ അമേരിക്കയിൽ തണുപ്പുള്ള സ്ഥലമുണ്ട്, നാട്ടിലെ പോലെ വെതറുള്ള സ്ഥലമുണ്ട്, നല്ല ചൂടുള്ള സ്ഥലത്തേക്ക് ടെക്സാസ്, ഫ്ലോറിഡ അങ്ങനത്തെ സ്ഥലങ്ങളിലേക്ക് നല്ല ചൂടാണ്. അപ്പോൾ നമ്മുടെ നാട്ടിലുണ്ടാവുന്ന എല്ലാ സാധനങ്ങളൊക്കെയും അവിടെ ഉണ്ടാവും. പക്ഷേ അപ്പോൾ എൻ്റെ വീഡിയോ ചിലപ്പോൾ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾ പറയാറുണ്ട്, മിയ അവിടെ ഒരു വാഴ കൊണ്ടുവന്ന് വയ്ക്കുക, മിയ അവിടെ ഒരു തെങ്ങ് വയ്ക്കുക, അവിടെ കപ്പ വയ്ക്കുക എന്നൊക്കെ നിങ്ങൾ പറയാറുണ്ട്. പക്ഷേ അതൊന്നും നമ്മുടെ ഇവിടെ പിടിക്കില്ല. നമുക്കിവിടെ ആകെ കൂടി ഇപ്പോഴും ഇവിടെ ശരിക്കും അങ്ങനെ ചൂടായിട്ടില്ല. ഇപ്പോഴും ഇന്നലെയൊക്കെ ഇവിടെ അത്യാവശ്യം നല്ല തണുപ്പുണ്ടായിരുന്നു. ഇപ്പോൾ ആകെ കൂടി നമുക്ക് ചൂട് ശരിക്കും നമുക്ക് കിട്ടുന്ന ആകെ കൂടി ഒരു 3 മാസം നമുക്ക് ചൂട് കിട്ടുള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ തണുപ്പ് തുടങ്ങി, പിന്നെ മഞ്ഞൊക്കെ വീണ് കിടക്കും. അതുകൊണ്ട് തന്നെ അങ്ങനെ നമുക്ക് എല്ലാ സാധനങ്ങളും നമുക്ക് അങ്ങനെ ഉണ്ടാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. ആയതുകൂടി നമുക്ക് 3 മാസം കൊണ്ട് നമുക്ക് കൃഷി ചെയ്തിട്ട് എടുക്കുന്ന സാധനം അത് നമ്മൾ ആ സമയത്താകുമ്പോൾ പച്ചക്കറികൾ, പയർ, അതൊക്കെ എന്നാലും നമുക്ക് എനിക്കോളം നാട്ടിലേക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു 4-5 മാസമൊക്കെ നമുക്ക് അതിൽ നിന്ന് വിളവ് കിട്ടുമല്ലോ. 5-6-7 മാസമൊക്കെ കിട്ടിയിരിക്കും. ഇവിടെയൊക്കെ എന്താ വെച്ചാൽ നമുക്ക് ആയകൂടി അത് ഉണ്ടായി വലുതായി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, പയറുണ്ടായി തുടങ്ങിയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മാക്സിമം നമുക്ക് ഒരു മാസമാണ് അതിൽ നിന്നൊക്കെ നമുക്ക് വിളവ് കിട്ടുള്ളൂ. അത് കഴിയുമ്പോഴേക്കും ഈ സാധനങ്ങളൊക്കെ പോകും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനത്തെ സാധനങ്ങളൊന്നും നടാത്തത്. നമ്മുടെ തെങ്ങും അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇവിടെ പിടിക്കുന്നില്ല. പിന്നെ ഇവിടെ പിടിക്കുന്ന സാധനം ആപ്പിള് പിടിക്കും, അങ്ങനത്തെ സാധനങ്ങൾ, അങ്ങനത്തെ ഫ്രൂട്ട്സുകളൊക്കെ ഉണ്ടാവും. മുന്തിരി ഉണ്ടാവും, ആപ്പിൾ ഉണ്ടാവും, പിന്നെ പീച്ച് ഉണ്ടാവും, നെക്ട്രീൻ ഉണ്ടാവും, അങ്ങനത്തെ ഫ്രൂട്ട്സുകളൊക്കെയാണ്. അങ്ങനത്തെ ഫ്രൂട്ട്സുകൾ തണുപ്പ് തുടങ്ങുമ്പോൾ ആ മരത്തിൻ്റെ ഇലകളൊക്കെ ഇങ്ങനെ പൊഴിഞ്ഞിട്ട് നിൽക്കും. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ചൂടാകുമ്പോൾ അതൊക്കെ കിളിർത്തിട്ട് ആപ്പിളൊക്കെ നന്നായിട്ടുണ്ടാവും. നിങ്ങൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം ആപ്പിൾ വാങ്ങിച്ച് വയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളൊരു ആപ്പിളിൻ്റെ ഒരു മരം നമ്മൾ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ ആദ്യം താമസിക്കുന്നത് ന്യൂജേഴ്സിയിലായിരുന്നില്ല, അത് വേറൊരു സ്റ്റേറ്റ് ഉണ്ട്, ഇതിൻ്റെ തൊട്ടപ്പുറത്തുള്ള സ്റ്റേറ്റ് ഉണ്ട്. അവിടുത്തെ വീട്ടിൽ നമുക്ക് അന്ന് ആ വീടാണ് നമ്മൾ ഏറ്റവും ആദ്യം വാങ്ങിച്ച വീട്. നമ്മൾ വന്നു കഴിഞ്ഞിട്ട് കുറച്ച് നാൾ നമ്മൾ അപ്പാർട്ട്മെൻറ്റിലൂടെ താമസിച്ചിട്ടുണ്ട്. അതായത് കുറച്ച് നാളൊക്കെ കഴിഞ്ഞ് നമ്മൾ സെറ്റിലേക്ക് ആയി കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ വീട് വാങ്ങിച്ചത്. അപ്പം നമുക്ക് എല്ലാ ഫ്രൂട്ട്സുകളും നമുക്ക് ഉണ്ടാക്കണമെന്ന് ഇവിടെ ഉണ്ടാകാൻ പറ്റുന്ന ഫ്രൂട്ട്സുകളൊക്കെ നമുക്ക് ആപ്പിളൊക്കെ നമ്മുടെ വീട്ടിലുണ്ടാവാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളങ്ങനെ നാട്ടിലൊന്നും കണ്ടിട്ടില്ലല്ലോ. അപ്പം നമുക്ക് എനിക്ക് മോൾ ചേട്ടൻ അങ്ങനെ ആപ്പിള്, പീച്ച് ഇതേ സാധനങ്ങളൊക്കെ വീട്ടിലുണ്ടാവണമെന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ വീട് വാങ്ങിച്ചപ്പോൾ തന്നെ ഈ സാധനങ്ങൾ, ഈ ഫ്രൂട്ട്സുകളൊക്കെ നമ്മൾ വാങ്ങിച്ചിട്ട് വീട്ടിൽ വെച്ചിട്ടുണ്ട്. അവിടെ ഒരുപാട് സ്ഥലം ഉണ്ടായിരുന്നില്ല. അവിടെ നമ്മളുള്ള സ്ഥലത്ത് നമ്മൾ ഫ്രൂട്ട്സുകളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ നന്നായിട്ട് ഉണ്ടായിട്ടും ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഉണ്ടായിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ അണ്ണാമാരൊക്കെ എല്ലായിടത്തും ഉണ്ട്. അണ്ണാമാർ വന്നിട്ട് എല്ലാവരും ഒന്ന് മൂക്കുമ്പോഴേക്കും എല്ലാവരും വന്നിട്ട് കാര്യമിടും. പിന്നെ അത് എനിക്ക് അതിൻ്റെ കടക്കിൽ നിന്ന് അത് പറക്കി അത് പിന്നെ അവിടെ കിടന്നിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ പ്രാണികളൊക്കെ വന്നിട്ട് പിന്നെ ആകെ ഒരു സ്മെല്ലൊക്കെ വരില്ല, അങ്ങനെ കിടന്ന് നാശമാവില്ല. അപ്പോൾ അതിനെ പറക്കിയെടുക്കൽ എനിക്ക് വലിയൊരു പണിയായിരുന്നു. അപ്പോൾ ഈ വീട് വാങ്ങിച്ച് കഴിയുമ്പോൾ പിന്നെ നമുക്കത് പിന്നെ അങ്ങനെ അങ്ങനെ ഫ്രൂട്ട്സുകളൊന്നും നടണമെന്ന് നമുക്ക് അങ്ങനെ ആഗ്രഹം ഉണ്ടായിരുന്നില്ല. ചെടികളൊക്കെ നമ്മൾ വേണ്ടത് നടാറുണ്ട്, ഫ്രൂട്ട്സുകളൊക്കെ നടണമെന്ന് നമുക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നില്ല. കാരണം നമുക്കൊന്നും കഴിക്കാൻ വേണ്ടിയിട്ട് കിട്ടില്ല. പിന്നെ ഉണ്ടായി കിടക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എൻ്റെ ഇടയ്ക്ക് പ്രോത്സാഹനം ഇടയ്ക്ക് പറയാറുണ്ടായിരുന്നു, നമുക്ക് വാങ്ങിച്ച് വയ്ക്കാന്നൊക്കെ നമ്മൾ വിചാരിക്കാറുണ്ടായിരുന്നു. നമ്മളതിനെ വെച്ചിട്ടുണ്ടായിരുന്നില്ല. ഈ പ്രാവശ്യം നമ്മൾ മുന്തിരി ഇപ്പോൾ നമ്മൾ വെച്ചിട്ട് ഇപ്പോൾ 4 വർഷമായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഈ വർഷം ചിലപ്പോൾ അത് മുന്തിരി ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. പിന്നെ അതേപോലെ ആപ്പിൾ നമുക്ക് കഴിഞ്ഞ വർഷമല്ലേ വെച്ചോളൂ. അപ്പോൾ കുറച്ച് ദിവസം അല്ല, ഈ വർഷം ഉണ്ടാവില്ല, അടുത്ത വർഷം ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇവിടുത്തെ വിശേഷങ്ങൾ. അപ്പം ഞാൻ അമേരിക്കയിൽ അങ്ങനെയാണ് എത്തിയത്. സത്യം പറഞ്ഞാൽ ഞാൻ ജീവിതത്തിൽ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല അമേരിക്കയിലേക്ക് നമുക്ക് വരുമെന്നും അമേരിക്ക കാണാൻ പറ്റുന്നൊന്നും നമ്മൾ വിചാരിച്ചിട്ടൊന്നും ഉണ്ടായില്ല. അങ്ങനെ കല്യാണം കഴിഞ്ഞ് പോൾസൻ്റെ ഇവിടെയായിരുന്നു ജോലി. പോൾസൻ്റെ വേറെ ഫാമിലിയിൽ ആരൊന്നുമില്ല, പോൾസൻ്റെ കമ്പനി ത്രൂ ഇവിടെ വന്നതാണ്. ഓക്കെ, അപ്പം അത്രയ്ക്കുള്ള വിശേഷങ്ങൾ, വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല. ഇന്നിവിടെ ഭയങ്കര ക്ലൗഡി ആയിട്ടാണ് നിൽക്കണേ. ഇന്നലെ നല്ല മഴയും നല്ല തണുപ്പൊക്കെ ആയിരുന്നു. ഇന്നലെ ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് നല്ല രസമുണ്ട്. നിങ്ങൾ കാണാത്തവരുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടു നോക്കി. നല്ല
ഈ പൂക്കളതൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഇഷ്ടമുള്ളവർക്ക് എനിക്ക് തോന്നുന്ന വീഡിയോ അങ്ങനത്തെ വീഡിയോസുകളൊക്കെ നല്ല ഇഷ്ടമായിരിക്കും. പിന്നെ അതേപോലെ നമ്മൾ പൂച്ചയുടെ ഒരു ക്യാറ്റ് കഫേയിൽ പോയേക്കുന്ന ഒരു വീഡിയോ കൂടിയിട്ട് നമ്മൾ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പം ഇനിയിപ്പോൾ ചോറ് എന്തായിരുന്നാലും ഇനിയിപ്പോൾ കഴിക്കണില്ല, കാരണം ചോറിൻ്റെ സമയം കഴിഞ്ഞു. ഇവിടെ സമയം എനിക്ക് 5:30 ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്തായിരുന്നാലും വൈകിട്ട് ഇനി നമ്മൾ ഭക്ഷണം കഴിക്കും. അതിന് സാധാരണ ഉച്ചയ്ക്ക് ഞാൻ അങ്ങനെ ചോറിനൽ അങ്ങനെ പതിവില്ല, അങ്ങനെ ഇന്ന നേരത്തെ ഭക്ഷണം കഴിക്കുക അങ്ങനെ പതിവില്ല. കാരണം നമ്മളിപ്പോൾ അടുക്കളയിൽ ഉണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ എപ്പോഴും എടുത്ത് കഴിക്കും. അങ്ങനെ ചോറ് അങ്ങനെ ഉച്ചയ്ക്ക് അങ്ങനെ കഴിക്കാറില്ല. അതെന്തെങ്കിലുമൊക്കെ എടുത്ത് കഴിക്കും. വിഷമം എന്തെങ്കിലുമൊക്കെ എനിക്ക് എപ്പോഴും എന്തെങ്കിലും സാധനം കുറേശ്ശെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഇഷ്ടം. വയറ് കുറച്ച് കഴിക്കുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമില്ല. പക്ഷേ വൈകുന്നേരം ഞാൻ ഈ ചോറുണ്ണും. ഉച്ചയ്ക്ക് അങ്ങനെ ചോറിനെല്ലാം അങ്ങനെ പതിവില്ല. പിന്നെ പിള്ളേരെല്ലാവരും കൂടി ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ അങ്ങനെ ഉച്ചയ്ക്ക് നമ്മൾ ചോറും, അല്ലെങ്കിൽ ചോറിനില്ല. ചോറ് മാത്രമേ ഉണ്ണില്ല എന്നുള്ളൂ. അതൊക്കെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ നമ്മളിപ്പോൾ എന്തെങ്കിലും അടുക്കളയിലേക്ക് ഇരിക്കുമ്പോൾ എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ ടേസ്റ്റൊക്കെ നോക്കി അങ്ങനെയൊക്കെ എന്നിട്ട് നമ്മളങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ കഴിച്ച് വയറ് നിറയ്ക്കും. പിന്നെ വേറെ പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല. പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം ഞാൻ ഓടാൻ പോകുന്ന ഞാനെപ്പോഴും പിള്ളേരെ എടുത്ത് ഞാൻ പറയാം. അപ്പം നീ എൻ്റെ അടുത്ത് ചോദിക്കും, മമ്മി ഫുൾ ടൈം ഓടുമെന്ന് ചോദിക്കും. ഞാൻ പറയും പിന്നെ ഫുൾ ടൈം ഓടും. കുറച്ച് നേരമൊക്കെ ഓടും, കുറച്ച് നേരമൊക്കെ നടക്കും. അപ്പോൾ അവിടെ എന്നാലും ഇപ്പോൾ നല്ല രസമാണ്. ഒരു കാട് പോലത്തെ ഒരു സ്ഥലം. അവിടെ മരത്തിൻ്റെ ഇലകളൊക്കെ വന്ന് അവിടെ ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ പോയി കഴിയുമ്പോൾ മാനയൊക്കെ കാണിച്ചതിൻ്റെ ഒരു വീഡിയോ ഞാൻ നിങ്ങൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. മാന എൻ്റെ നേരെ മുമ്പിൽ വന്നിട്ടുണ്ടായിരുന്നു. ഒരു കയറ്റം ഞാൻ കയറി ഇങ്ങനെ ഇറങ്ങി വന്നിട്ട് നേരെ നോക്കി കഴിയുമ്പോൾ 2 മാനുകൾ അതിൻ്റെ മുമ്പിൽ കിട്ടും. അപ്പോഴേക്കും ഞാൻ ഫോണെടുത്ത് പഠിച്ചപ്പോഴേക്കും അവർ കുറച്ച് അങ്ങനെ അകലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അവിടേക്ക് നടക്കാൻ പോകുമ്പോഴൊക്കെ ആയിരുന്നാലും നല്ല രസമാണ്. എനിക്ക് നാട്ടിലൊന്നും അങ്ങനെ അത്രയ്ക്കും നമുക്ക് അങ്ങനെ നടക്കാൻ പറ്റുന്ന സ്ഥലങ്ങളൊന്നും ഇല്ലല്ലോ. ഇങ്ങനെ ഈ ഫോറസ്റ്റ് പോലെ അതിൻ്റെ ഉള്ളിലേക്ക് നടക്കുമ്പോൾ നമുക്ക് നല്ല ഓക്സിജനൊക്കെ നമുക്ക് ശ്വസിക്കാനൊക്കെ പറ്റും. പിന്നെ ഭയങ്കര കാമായിട്ടിരിക്കുന്ന സ്ഥലം അതൊക്കെ ആകുമ്പോൾ ഇങ്ങനെ അവിടെ അങ്ങനത്തെ കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. നമുക്കിങ്ങനെ നടക്കാൻ വേണ്ടിയിട്ട് ട്രെയിലുകൾ ഇങ്ങനെ അതൊക്കെ നമ്മുടെ ഇവിടുത്തെ പാർക്കുകളാണ്. അത് ഞാൻ പോകുന്നതൊക്കെ നമ്മുടെ ഇവിടുത്തെ പാർക്കാണ്. അത് ആ പാർക്കിൻ്റെ ഉള്ളിൽ തന്നെ പാർക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ ഏക്കർ കണക്കുന്ന സ്ഥലങ്ങളുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ തന്നെ ഗോൾഫ് ക്ലബ്ബ് ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ നമുക്ക് നടക്കാൻ വേണ്ടിയിട്ട് ട്രെയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ ഉള്ളിൽ നമ്മൾ നടക്കാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ അങ്ങനെ നമ്മൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവിടെ ഇപ്പം ഗോൾഫ് ക്ലബ്ബിലൊക്കെ അങ്ങനെ ആൾക്കാരൊക്കെ ഉണ്ടാവും. അങ്ങനെ നടക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഉണ്ടാക്കി തരുന്ന സ്ഥലമാണ്. അങ്ങനത്തെ കുറേ സ്ഥലങ്ങളുണ്ട് ഇവിടെ. ഹൈക്കിങ്ങിന് പോകാനുള്ള സ്ഥലങ്ങൾ, നടക്കാനുള്ള കുറേ സ്ഥലങ്ങൾ, അങ്ങനത്തെ അങ്ങനെ കുറേ ഇതൊക്കെ ഉണ്ട്. ഇനി ഞാനെന്നും ചുരിദാർ ഇട്ടിട്ടാണല്ലോ വരാറ്. ഇടയ്ക്ക് ആദ്യമൊക്കെ ഞാൻ ജീൻസ് ഇടാറുണ്ടായിരുന്നു. ഇന്ന് ഞാൻ ജീൻസൊക്കെ ഇട്ടിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ക്യാമറ ഇത്രയ്ക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. എനിക്ക് തോന്നുന്നു എനിക്ക് കൂടുതൽ ചേരണത് ചുരിദാറിനേക്കാൾ എനിക്ക് കൂടുതൽ ഇടാൻ വേണ്ടിയിട്ട് ഞാൻ മിക്കപ്പോഴും ചുരിദാറിന് ഇടാറ്. എനിക്കാണ് കൂടുതലും എനിക്ക് ചേർന്നത് ഇങ്ങനത്തെ ഡ്രസ്സുകളാന്ന് തോന്നും. ഞങ്ങൾ ചിലർ പറയാറുണ്ട്. ഇനി ചിലർ പറയുമ്പോൾ എൻ്റെ അടുത്ത് ചീത്ത പറയിടാം, ഇല്ല മെയ്ക്ക് ഇതല്ല ചേർന്നത്, മെയ്ക്ക് ചുരിദാറാണ് ചേർന്നത്, സാരിയാണ് ചേർന്നതെന്ന്. പക്ഷേ എനിക്ക് എപ്പോഴും കൂടുതലായിട്ട് എനിക്ക് അങ്ങനെ തോന്നുന്നത് എനിക്ക് ചുരിദാർ തീരെ ചേരില്ല എന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. ഞാൻ ചിലപ്പോൾ ചുരിദാറൊക്കെ ഇടുമ്പോൾ ചിലർ കമൻസ് ഇടാറുണ്ട് ശരിക്കും ഒരു തമിഴ്ത്തിനൊക്കെ പോലെ ഇരിക്കുന്നുണ്ടെന്ന്. എനിക്ക് കൂടുതൽ ചേർന്നത് ഇതേപോലത്തെ ഡ്രസ്സുകളാന്ന് തോന്നും. സാരി പിന്നെ ഞാൻ അങ്ങനെ എടുക്കാറില്ല. എനിക്ക് സാരി അത്രയ്ക്ക് ഞെറിഞ്ഞു കുത്തി എടുക്കാറൊന്നും എനിക്ക് അത്രയ്ക്ക് അറിഞ്ഞൂടാ. അപ്പോൾ അതുകൊണ്ട് തന്നെ സാരി അന്ന് പോൾസെറ്റം വാങ്ങിച്ചുകൊണ്ട സാരി ഉണ്ടല്ലോ, അത് അന്ന് ഒരു പ്രാവശ്യം നിങ്ങൾ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ട് അവിടെ തന്നെ വെച്ചിട്ടുണ്ട്. പള്ളിയിൽ പോയപ്പോൾ വരെ എടുത്തിട്ടില്ല. എനിക്ക് ആദ്യം സാരി എടുക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര മടിയാണ്. പിന്നെ വേറെ പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല. ഇനി നമുക്ക് നാളെ വേറെ പുതിയ വീഡിയോ ആയിട്ട് വരാം.